പുള്ളി അകത്ത് പോയതിലും ഇപ്പോൾ പുറത്തു വന്നതിലും ഒന്നും 98% മലയാളീസിന് വലിയ കാര്യമൊന്നും ഇല്ല ഇത്, ഇയാളകത്ത് പോയതും പുറത്തു വന്നതും. പക്ഷേ കുറച്ച് ആൾക്കാർ, പുള്ളിയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ അതൊരു വലിയ കാര്യമാണ്. പിന്നെ പുള്ളി അടുത്തറിയാവുന്ന ആൾക്കാർ പുള്ളി ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പുള്ളി അകത്ത് പോയതിലും പുറത്തു വന്നതിലും ഒന്നും ഒരു കാര്യവും തോന്നുന്നില്ല. പക്ഷേ കോടതിയുടെ പവർ എന്നൊക്കെ പറയുന്ന ആ സംഭവം കണ്ടിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ പുള്ളി വന്നിരുന്ന് അടിക്കുന്ന അമ്മാരി അടിയാണ്. ഇപ്പോഴും ഈ റിപ്പോർട്ടർ TV-യിൽ ഒരു ഫോൺ കോൾ പോലെയാണ് ഇത് ഞാൻ കേട്ടത്. ഇതിലും പുള്ളി പറയുന്നത് പുള്ളി മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല, പുള്ളിക്ക് അത് സംഭവിച്ചു പോയതാണ്, അങ്ങനെ ഞാനൊരു തമാശ രൂപേണ പറഞ്ഞതാണ് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പിന്നെ ഞാൻ മാപ്പ് പറയുകയുണ്ടായി. എൻ്റെ വാക്കുകൾ കൊണ്ട് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് പറയാൻ എനിക്ക് യാതൊരു വക മടിയോ കോംപ്ലക്സോ ഈഗോയും ഇല്ല. ബോബി ചെമ്മണ്ണൂർ, താങ്കൾ പറഞ്ഞത് വേദനിപ്പിച്ചെങ്കിൽ മാപ്പെന്ന് താങ്കൾ പറയുന്നു. പക്ഷെ പറഞ്ഞത് തെറ്റാണെന്ന് താങ്കൾ സമ്മതിച്ചതായി കണ്ടില്ല. പറഞ്ഞത് തെറ്റായി പോയി എന്ന് ഈ ഘട്ടത്തിൽ പറയുന്നുണ്ടോ? തെറ്റായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അന്നും ഇന്നും ഞാൻ ഒരാളെയും വേദനിപ്പിക്കാൻ എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാറില്ല. പറ്റാവുന്ന സഹായങ്ങളെ ചെയ്തിട്ടുള്ളൂ. പുള്ളിക്കാരി എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ ഇതിൽ തന്നെ നിൽക്കുകയാണോ, നിങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴും പുള്ളി അത് തന്നെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇങ്ങനെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയുന്നില്ല. അത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഉദ്ദേശം വേറെയാണ്, അത് പക്ഷെ ആയിപ്പോയത് അത് അങ്ങനെയാണ് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. എനിക്ക് വലിയ മാറ്റമൊന്നും വന്നായിട്ടൊന്നും തോന്നുന്നില്ല. ഇത് എന്താ പറയണ്ടേ, പണ്ടത്തെ സിനിമ ശ്രീനിവാസൻ സാറിന്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, ഇത് വേറെ ഒരു ശ്രീനിവാസൻ സാറിന്റെ മൂവിയാണ്, ഗോളാന്തര വാർത്തയാണെന്ന് തോന്നുന്നു, മമ്മൂക്കയും ശ്രീനിവാസൻ സാറും. അതിനകത്ത് മമ്മൂക്ക നാട് നന്നാക്കാൻ നടക്കുന്ന ഒരു രമേശൻ, മുരിങ്ങച്ചോട്ടിൽ രമേശനോ, അതിനകത്ത് മാമുക്കോയ പറയും നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറ് ജയിലിൽ പോയിട്ട് തിരിച്ചു വരും, പുള്ളി വാറ്റ് കച്ചവടമുള്ള, പുള്ളിയെ കുടുക്കിയത് മമ്മൂക്കയാണ്. എന്തോ സുഗുണനോ എന്താണ് പേര് പുള്ളിയുടെ ക്യാരക്ടറിന്റെ. പുള്ളി വന്നിട്ട് പറയും ഞാൻ നന്നായി എന്ന് പറയും. പോയി കഴിയുമ്പോൾ മാമുക്കോയ പറയും അയാളുടെ വർത്തമാനം കേട്ടിട്ട് എനിക്ക് അങ്ങോട്ട് നന്നായ പോലും തോന്നുന്നില്ല, ഇയാളുടെ കാര്യത്തിൽ എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത്, ഇയാള് വന്നിരുന്നിട്ട് ഇമാരി അടിയാണ് ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ മാപ്പി ചോദിക്കുന്നു എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നാം ഒഫൻഡ് ആൻഡ് ഡിഫെൻഡ് ആണ്. പുള്ളി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ പുള്ളി അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ പുള്ളിക്ക് ഉറക്കം വരത്തില്ല. പുള്ളി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഞാൻ അങ്ങനെയല്ല.